ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മളിതാ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിന്റെ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് പാർട്ടൊക്കെ കണ്ടു, എന്താണ് DNA സ്ട്രക്ചർ, കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാൽ ഇന്ന് മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഓണപരീക്ഷയ്ക്ക് ഏകദേശം ഒരു 3 മാർക്കിനും അതുപോലെ 4 മാർക്കിനും വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി ആനുവൽ എക്സാമിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല വെയിറ്റേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്കിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു പോകാം. ഫസ്റ്റ് ഈ ഒരു ഭാഗം എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +1 +2 ആവശ്യമുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് മറന്നു പോകാൻ പാടില്ല. ഈ ടോപ്പിക്കാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം സ്റ്റേജ് അടക്കം ഘട്ടം ഘട്ടമായി നമുക്ക് പഠിക്കാം. ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 സ്റ്റേജ് ആയിട്ട് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താടാ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പറയും. രണ്ടാമത്തതിനെ ട്രാൻസ്ലേഷൻ എന്നും പറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. അതായത് ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള DNA നിന്നും ഒരു mRNA ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാണ്. DNA നിന്നും ഒരു mRNA അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും മെസ്സഞ്ചർ RNA എന്ന്. മെസ്സഞ്ചർ RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. ഇതാണ് ഈ പ്രോട്ടീൻ നിർമ്മാണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈ mRNAയിൽ നിന്നും പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ മെസ്സേജിനനുസരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നും പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രേ ഓർക്കുക. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു DNA യിൽ നിന്നും mRNA ഉണ്ടാവുന്നു. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ mRNA ഉപയോഗിച്ച് ഒരു പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. സിമ്പിൾ. ഇതാണ് 2 പ്രോസസ്സ്. ഇതിന്റെ ഒരു ഡയഗ്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാ? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തിന്റെ അകത്താണ്. രണ്ടാമത്തെ പ്രോസസ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോം. നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് യൂണിറ്റ് എന്ന് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ് ട്രാൻസ്ലേഷനിൽ നടക്കുന്നത്. അത് നടക്കുന്നത് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന റൈബോസോം എന്ന സെൽ ഓർഗനിൽ വെച്ചിട്ടാണ്. അപ്പം അടുത്ത പോയിന്റ് പഠിച്ചു. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിലുമാണെന്ന് പഠിച്ചു. ഇനി ഇതിനെ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരട്ടെ. വളരെ ഈസി പീസി ആയിട്ട് മിസ് പറഞ്ഞു തരട്ടെ. അപ്പൊ ഇതാ നോക്കിക്കോ. ആദ്യം തന്നെ മിസ് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമ്മുടെ DNA ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് നമ്മുടെ ആരുണ്ട്? നമ്മുടെ DNA ഉണ്ട്. ഈ DNA ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ആ DNAയിൽ ഞാൻ ഒന്നുകൂടെ വലുതാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മുടെ DNA ഉള്ളത്. അപ്പൊ ആ DNAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ DNA ഞാനൊന്ന് അൺവൈൻഡ് ചെയ്യാണ്. DNA അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇതിന് പാരലൽ ആയിട്ട് തന്നെയാണ് ഈ DNA പോവുക. അപ്പൊ ഇതിനെ അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നൈട്രജൻ ബേസസ് അല്ലേ ഇതിനെ പെയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ആ നൈട്രജൻ ബേസസിന് പാരലൽ ആയിട്ട് ഒരു mRNA രൂപപ്പെടും. DNAയിൽ നിന്നും ഒരു mRNA രൂപപ്പെടുന്നു. ആ mRNA ന്യൂക്ലിയസിൽ നിന്നും പിന്നെ എങ്ങോട്ടേക്ക് വരും? സൈറ്റോപ്ലാസത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ഒന്നാമത്തെ സ്റ്റെപ്പാണ് മിസ് പറഞ്ഞു തന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അൺവൈൻ ചെയ്ത് ആ DNAയിൽ നിന്നും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു RNA രൂപപ്പെടുകയാണ്. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള mRNA രൂപപ്പെടുന്നു. ഇനി ഈ mRNA എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? സൈറ്റോപ്ലാസത്തിൽ നമുക്ക് ആരുണ്ട്? നമ്മുടെ റൈബോസോം. ന്യൂക്ലിയസിന്റെ അത്ര വലിപ്പമൊന്നുമില്ല, ഞാൻ ചേർത്ത് കാണാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. റൈബോസോമിലെത്തി. റൈബോസോം.
അപ്പൊ ഈ mRNA നേരെ എങ്ങോട്ടാ പോവാ? ഈ റൈബോസോമിലേക്ക് ഇങ്ങനെ പോകും. അതിന്റെ മെസ്സേജുമായിട്ടാണ് റൈബോസോമിലേക്ക് വന്നിട്ടുള്ളത്. ഈ RNA അതിന്റെ മെസ്സേജുമായിട്ട് എങ്ങോട്ടേക്ക് വരുക? mRNA റൈബോസോമിലേക്ക് എത്തി. റൈബോസോമിലേക്ക് mRNA എത്തുമ്പോൾ അവിടേക്ക് നമ്മുടെ tRNA വരും. അവിടേക്ക് നമ്മുടെ tRNA വരുന്നുണ്ട്. ഇതുപോലെ ഓരോ tRNA ഓരോ tRNAകളുണ്ട്. ഈ ഓരോ tRNA അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡോൺസ്, അതായത് ഓരോ തരത്തിലുള്ള അമിനോ ആസിഡുകളെയും കൊണ്ടാണ് ഇത് വരുന്നത്. മനസ്സിലായോ? tRNA പല കളറിൽ പല ടൈപ്പ് ഓഫ് അമിനോ ആസിഡുകളെയും കൊണ്ടിട്ടാണ് വരുന്നത്. പലതരത്തിലുള്ള അമിനോ ആസിഡുകളെയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അതുപോലെ ഓരോ അമിനോ ആസിഡുകളെയും കൊണ്ട് tRNA ഇങ്ങനെ വരുന്നു. അപ്പം ഓരോ അമിനോ ആസിഡുകളെയും ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ നോക്കിക്കേ, മെസ്സഞ്ചർ RNA mRNA ഇവിടെ വന്നു. ഈ മെസ്സഞ്ചർ RNA ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതിൽ ഓരോ ന്യൂക്ലിയോടൈഡുകൾ, അതായത് നൈട്രോജൻ ബേസ് ഉണ്ടല്ലോ ഈ mRNA എന്ന് പറയുമ്പം AUC GUC അങ്ങനെ പറഞ്ഞ നൈട്രജൻ ബേസുകളെയും കൊണ്ടാണ് mRNA വന്നിട്ടുള്ളത്. ആ mRNA ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ mRNA കൊടുക്കുന്ന ഒരു മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് പാരലൽ ആയിട്ടുള്ള ഓരോ അമിനോ ആസിഡ് മെസ്സേജ് കൊടുക്കുന്ന മാച്ചിങ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ tRNA ഇവിടെ എത്തിക്കും. ആ tRNA എവിടെ എത്തിക്കും? ഈ മെസ്സഞ്ചർ RNAന്റെ അടുത്തേക്ക്, അതായത് റൈബോസോമിലേക്ക് എത്തിക്കും. മെസ്സഞ്ചർ RNA കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ച് tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡിനെ മുത്തുകോർക്കുന്ന പോലെ ഒരു മാലയാക്കി ജോയിൻ ചെയ്യിക്കും. ആ മാലയാണ് ഇവിടെ ഇങ്ങനെ കോർത്ത് എഴുതപ്പെടുന്നത്. കണ്ടോ? ഇതുപോലെ ഓരോ അമിനോ ആസിഡുകളെയും കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കുന്നു? പ്രോട്ടീൻ നിർമ്മിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കുന്നു? പ്രോട്ടീൻ നിർമ്മിക്കുന്നു. സോ ഈ റൈബോസോമിൽ ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ട്രാൻസ്ലേഷൻ. അപ്പം ആദ്യം ന്യൂക്ലിയസിൽ നിന്നും mRNA രൂപപ്പെടുന്നതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. ആ mRNA റൈബോസോമിൽ എത്തുന്നു. അതിനോടൊപ്പം ഓരോ അമിനോ ആസിഡുകളെയും കൊണ്ട് tRNA വരുന്നു. ആ കറസ്പോണ്ടിങ് മെസ്സേജ് അനുസരിച്ച് ഓരോ വന്ന അമിനോ ആസിഡുകളെ മുത്തു കോർക്കുന്ന പോലെ മാലയാക്കി പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഇതാണ് ട്രാൻസ്ലേഷൻ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 2 ഘട്ടമായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് DNA നിന്നും mRNA രൂപപ്പെടുന്നതായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ റൈബോസോമിൽ നടക്കുന്ന കാണാം. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ mRNA ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആൻഡ് ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ്. പല എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. mRNA കണ്ടെയ്ൻസ് ദ മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഓരോ പ്രോട്ടീനും നിർമ്മിക്കാനുള്ള മെസ്സേജ്, ഏത് മെസ്സേജ് വഴിയാണ് ഈ പ്രോട്ടീൻ നിർമ്മിക്കേണ്ടത്, എന്തിൻ്റെ പ്രോട്ടീനാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് mRNA ആണ്, മെസ്സഞ്ചർ RNA. ഇനി ട്രാൻസ്ലേഷനിൽ നമ്മൾ വേറെ 2 RNAകൾ പഠിക്കുന്നുണ്ട്. tRNA നമ്മൾ ട്രാൻസ്ഫർ RNA എന്ന് പറയും. ഇതാണ് നമ്മുടെ tRNA. ഇതാണ് നമ്മുടെ tRNA എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ ട്രാൻസ്ഫർ RNA എന്നാണ് പറയുക. ഈ ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. ഇനി ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി ഇവിടെ ആരുണ്ട്? rRNA ഉണ്ട്. rRNA നമ്മൾ റൈബോസോമൽ RNA എന്നാണ് പറയുക. റൈബോസോമൽ RNA. റൈബോസോമൽ RNA എന്ന് പറയും. അതാണ് റൈബോസോമൽ RNA എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? റൈബോസോമിലുള്ള സിന്തസിസും പ്രോട്ടീൻ നിർമ്മാണവും നടത്തുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം റൈബോസോമിന്റെ ഭാഗമായ റൈബോസോമൽ RNA പ്രവർത്തനത്തിൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. RNA
വെച്ചിട്ട്, അതായത് റൈബോസോമൽ RNA RNA വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് RNAയും അതിൻ്റെ സ്ട്രക്ചറും ഇവിടെ പഠിക്കുക. mRNA, tRNA, rRNA, റൈബോസോമൽ RNA എന്ന് നമ്മൾ പറയും. സോ ഇത്രയും കോൺസെപ്റ്റ് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പഠിച്ചു വെക്കുക. എന്താണ് rRNA, rRNAൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കോണ്ടന്റ് ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ.